ഹായ് ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബൊട്ടീക്ക് ഡിസൈനുമായിട്ടാണ്. നിങ്ങൾ തമ്പനയിൽ പിക്ചർ കണ്ടല്ലോ, നമ്മൾ അതുപോലെ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കാനായിട്ട് പോണേ. അപ്പം ജസ്റ്റ് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നെക്കിൻ്റെ ഇവിടെ 2 ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്കിതിനുള്ളിലൊരു ഡിസൈൻ വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മാർക്കിങ്ങിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ചെരിച്ചിട്ടാണ് ബീഡ്സ് വർക്ക് ചെയ്യാൻ പോണേ. കംപ്ലീറ്റ് ആയിട്ടും ബീഡ്സ് വർക്കാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ചെരിഞ്ഞ് വരുന്ന ഒരു ബോർഡർ ഡിസൈൻ നമ്മൾ ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡിസൈൻ വരുന്നത് നെക്കിൻ്റെ താഴേക്കാണ്, അതായത് യോക്കിലേക്ക് വരുന്ന പോലെ ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റൗണ്ട് വരച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ എന്നിട്ട് ഒരു റൗണ്ട് കൂടെ വരച്ച് ഇതുപോലെ ഒരു 2 ലെയറായിട്ട് റൗണ്ടുകൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിൽ ഒരു ബീഡും വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ വരച്ച് കൊടുക്കണം. നമ്മുടെ നെക്ക് ടു ഷോൾഡർ വരുന്ന കംപ്ലീറ്റ് ഡിസൈനാണിത്. അപ്പോൾ ഷോൾഡറിലെല്ലാം ഇതേപോലെ തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഷോൾഡറിൽ വരുമ്പോഴത്തേക്കും ഷോൾഡർ അധികം വീതി ഇല്ലാത്തതുകൊണ്ട് അവിടെ ചെറിയൊരു ലെങ്തിലാണ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ യോക്കിലേക്ക് വരുമ്പോൾ നീളം കൂടിയും വരും. അതേപോലെയാണ് നിങ്ങൾ ആ ഒരു തമ്പനയിൽ പിക്ചർ കണ്ടല്ലോ, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണത്. അപ്പോൾ അതേപോലെ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കുറച്ച് ഭാഗത്ത് മാത്രമേ മാർക്ക് ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിലൊക്കെ വരയ്ക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു സ്റ്റെൻസിൽ സ്കിറ്റിലൊക്കെ കാണിച്ചിരുന്നില്ലേ, അതൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ട് കറക്റ്റായിട്ട് വരുന്ന ഒരു ഇതുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ റൗണ്ടിൻ്റെ നേരെ താഴേക്കും ഇതുപോലെ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുത്തിരുന്നില്ലേ, അപ്പോൾ ആ ഗ്യാപ്പിനുള്ളിലും ഇതേപോലെ ലൈൻസ് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ലൈൻസ്, അതായത് ഒന്ന് കയറിയാണെങ്കിൽ ഒന്ന് ഇറങ്ങി, ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എക്സാക്റ്റ് ഒരു തമ്പനയിൽ പിക്ചർ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കറക്റ്റായിട്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന് കിട്ടും കേട്ടോ. അതുപോലെ ഇതൊരു ബൊട്ടീക്ക് ഡിസൈനാണ്. നിങ്ങൾക്ക് ആ ഒരു പിക്ചർ എടുത്തിട്ടായാലും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്കിംഗ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബീഡ്സ് വർക്കാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ബീഡ്സ് എടുക്കുമ്പം ഒരെണ്ണം ഗോൾഡൻ കളറും ഒരെണ്ണം നമ്മൾ ഏത് ക്ലോത്താണോ എടുക്കുന്നത് അതിൻ്റെ അതേ ഒരു ഷെയ്ഡും എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ക്ലോത്ത് ഒരു ഗ്രേപ്പ് കളറാണ്. അപ്പോൾ അതേ തന്നെ ഒരു ഗ്രേപ്പ് കളർ, ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെ ബീഡ് എടുക്കണേ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതേപോലെ ഒരു ബീഡ് എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ ഇപ്പം. അപ്പോൾ നമ്മൾ ഏത് കളറാണോ ക്ലോത്ത് എടുക്കുന്നത് ആ ക്ലോത്തിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന ബീഡ് എടുക്കുക കേട്ടോ. അതേ രീതിയിലാണ് നമ്മുടെ ഒരു തമ്പനയിൽ വരുന്നത്. അതാണെന്ന് തോന്നുന്നു അതിന് നല്ലൊരു ഭംഗി തരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും അതേപോലെ ചെയ്യുക. ഏതെങ്കിലും ഇതേപോലെ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കളർ ബീഡ് നിങ്ങൾ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെരിച്ചിട്ട് വരുന്ന ഡിസൈൻ ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. 2 ബീഡ് വെച്ചാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. 2 അല്ലെങ്കിൽ 3, അത് കൂടുതൽ നിങ്ങൾ എടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു ഡിസൈൻ ചെരിഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുൻപും ഈ ഒരു ഡിസൈൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ ഇതേപോലെ ചെരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡറിൽ നിന്ന് തുടങ്ങി അടുത്ത ഷോൾഡർ വരെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു പോയാൽ മതിയാവും. ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു റൗണ്ട് മാർക്കിംഗ് ആണ്. അപ്പോൾ റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ സെൻറ്ററിൽ ഒരു ഗോൾഡൻ്റെ കളർ ബീഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോൾഡൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻറ്റിക് ഷെയ്ഡ് വേണമെങ്കിലും എടുക്കാം. ഇനി അതിൻ്റെ തൊട്ട് പുറത്ത് വരുന്ന ലെയറിൽ നമ്മൾ ഈ ഒരു ലൈൻ കൊടുത്തിരുന്ന ബീഡില്ലേ, മറ്റൊരു കോൺട്രാസ്റ്റ് കളർ, ആ കളറിലുള്ള ബീഡ് കൊണ്ട് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ ഒന്നിച്ച് കോർത്തെടുത്തിട്ട് കുത്തി കൊടുക്കുക. ഈ ഒരു മാർഗ്ഗം നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുൻപ് ഇട്ടിരുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്നിച്ച് കോർത്തെടുക്കുക. അപ്പോൾ എത്ര എണ്ണമാണോ വേണ്ടതെന്നുള്ളത് ആ ഒരു കണക്കിനനുസരിച്ച് എടുത്തിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മളിതിൻ്റെ പുറത്ത് ഒരു ലെയർ കൂടെ കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പോൾ ആ ലെയറിൽ നമ്മൾ വീണ്ടും ഗോൾഡൻ്റെ കളറാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സെൻറ്ററിൽ നമ്മൾ ഗോൾഡൻ കളർ കൊടുക്കുക. അതിൻ്റെ തൊട്ട് ഔട്ടർ ലെയറിൽ നമ്മൾ മറ്റൊരു കളറാണ് എടുക്കുന്നതെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പുറത്ത് വരുന്ന വീണ്ടും ഉള്ള ഔട്ടർ ലെയറിൽ നമ്മൾ ഗോൾഡൻ കളർ കൊടുക്കുക. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര ബീഡാണോ വേണ്ടത് അതനുസരിച്ച് ചെയ്യണം. തന്നെയല്ല, നമ്മൾ ഔട്ടർ ലെയറിലേക്ക് വരുമ്പോൾ കൂടുതൽ ബീഡ് വരുന്നുണ്ട്. അതുകൊണ്ട് 4 തവണ ലോക്ക് ചെയ്ത് കൊടുത്താൽ പോരാ, ഒരു 3 ബീഡ് ഇടവിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണേ. എന്നാലേ നല്ല സെക്യൂറായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ താഴേക്ക് വരുന്ന ലൈൻസ് ഫില്ല് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കൊടുത്തിടത്തിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഗോൾഡൻ്റെ കളറല്ല ചെയ്യണത്, മറ്റൊരു കളർ എടുത്തിരുന്നില്ല, അതാണ് ചെയ്യണത്. കാരണം നമ്മുടെ ഔട്ടർ ലെയറിൽ ഗോൾഡാണ് വന്നേക്കണേ.
പിന്നെ അതിന് താഴേക്ക് വരുമ്പം നമ്മൾ ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് എടുത്തേക്കുന്ന കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതോട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ബാക്ക് സ്റ്റിച്ച് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതല്ലേ, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റിച്ചാണിത്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു രീതിക്ക് കംപ്ലീറ്റ് ആയിട്ടും താഴേക്ക് കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും പാറ്റേൺ വരച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടാണേലും അത് വരച്ചെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, നിങ്ങൾ ഗ്ലാസ് പെൻസിൽ കൊണ്ട് വരയ്ക്കരുത്, സാധാരണ ചോക്ക് കൊണ്ട് വരച്ചിട്ട് അപ്പോൾ അത് എവിടെയെങ്കിലും തെറ്റിയാലും നിങ്ങൾക്ക് മായ്ക്കാൻ പറ്റും. അപ്പോൾ മായ്ച്ച് നല്ല കറക്റ്റായിട്ട് വരച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി ഇതിൻ്റെ അടുത്ത ലൈന് നമ്മൾ ഗോൾഡൻ കളറിലാണ് ഫില്ല് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ടും താഴേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ അല്ലേ. ഇതേപോലെയാണ് ഔട്ട്ലുക്ക് വരുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ. അതുപോലെ വീഡിയോസ് ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.